കാലങ്ങളങ്ങനെ കഴിഞ്ഞുപോയി. നിസ്കാര സമയങ്ങൾ ആളുകളെ അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതിൻ്റെ ചർച്ചകളിലാണ് സ്വഹാബത്തും പ്രവാചകരും ഒക്കെ. ആ സമയത്ത് കുറച്ച് ആളുകൾ പറഞ്ഞു, നമുക്ക് ക്രിസ്ത്യാനികളെ പോലെ എന്ത് ചെയ്യാം, മണിയടിക്കുക ചെയ്യാം. കുറച്ചാളുകൾ പറഞ്ഞു, നമുക്ക് ജൂതന്മാരെ പോലെ കുഴലൂതാം. അങ്ങനെ പല അഭിപ്രായങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ആ ദിവസത്തെ മീറ്റിംഗ് ഒരു തീരുമാനത്തിലും എത്താതെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ശേഷം അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു സെയ്ദ് എന്ന സ്വഹാബിക്ക് സ്വപ്നത്തിൽ പച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു മാലാഖ് വരികയും ബാങ്കിൻ്റെ ലഫ്ലുകൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണ് ഈ സ്വഹാബി, കഴിഞ്ഞ ദിവസം കണ്ട ഈ സ്വപ്നത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവും കഴിഞ്ഞ ദിവസം രാത്രി ഇതേ സ്വപ്നം കണ്ടുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അവർ രണ്ടുപേരും അവർ കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നങ്ങൾ മുഴുവനും പ്രവാചകനോട് പറയുന്നു. ഉടനടി പ്രവാചകൻ വിളിക്കുകയാണ്, എവിടെ ബിലാൽ, എവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ബിലാൽ? അങ്ങനെ ബിലാൽ തങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ബാങ്ക് വിളിക്കുന്നത് ഈ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്.